കാലം 10ാം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങളുടെ വിലയിരുത്താം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ലെസ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം രണ്ടും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് ശരിയായത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാകും. ഉത്തരം എന്താണ്? സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇത് ക്ലാസ് ഒക്കെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ട് നോക്കുക കേട്ടോ. അതിനുശേഷം ഈ വിലയിരുത്താൻ നമുക്ക് നോക്കാം. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 കിലോഹെർട്സ്. അതായത് ഒരു വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിന്റെ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇഫ് സോ, വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ? അതായത് അങ്ങനെയാണെങ്കിൽ മാക്സിമം വേവ് ലെങ്ത് ഓഫ് സൗണ്ട് എത്രയാണ് അത് കേൾക്കാൻ കഴിയുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? ഈ 120 കിലോ ഹെർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, വവ്വാലിന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഉച്ചപരിധി 120 കിലോ ഹെർട്സ് ആണ് എങ്കിൽ പരമാവധി എത്ര തരംഗ ദൈർഘ്യമുള്ള ശബ്ദം വരെ അതിന് കേൾക്കാൻ സാധിക്കുമെന്നാണ്. ശബ്ദവേഗം 350 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തരംഗ വേഗം v ഈക്വൽ ടു ആവൃത്തി f മൾട്ടിപ്ലൈഡ് ബൈ തരംഗ ദൈർഘ്യം, അതായത് ലാംഡയാണ് അല്ലേ. സ്പീഡ് ഓഫ് വേവ് v ഈക്വൽ ടു ഫ്രീക്വൻസി f മൾട്ടിപ്ലൈഡ് ബൈ വേവ് ലെങ്ത് ലാംഡ, v ഈക്വൽ ടു f ലാംഡ. അങ്ങനെയാണെങ്കിൽ ലാംഡയല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്, തരംഗ ദൈർഘ്യമാണല്ലോ കണ്ടുപിടിക്കാനുള്ളത്. v തന്നിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ഓക്കെ, പിന്നെയോ f തന്നിട്ടുണ്ട് ഫ്രീക്വൻസി, എന്താണ്? 120 കിലോ ഹെർട്സ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ലാംഡ ഈക്വൽ ടു, ലാംഡ മാത്രം ഈ സൈഡിൽ വെച്ചിട്ട് എഫിനെ ഈക്വൽ ടു സിമ്പിളിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇടാം അല്ലേ. അപ്പൊ വിയുടെ അടിയിലേക്ക് വരും. അതായത് ലാംഡ ഈക്വൽ ടു വി ഡിവൈഡ് ബൈ എഫ് എന്ന രീതിയിൽ എഴുതാം. വി അറിയാം അല്ലെ, 350 മീറ്റർ പെർ സെക്കൻഡ്. എഫ് ഓ 120 കിലോ ഹെർട്സ് ആണ്, കിലോ ഹെർട്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഹെർട്സിലേക്ക് മാറ്റണം. ഈ കിലോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്ട്രാ 3 പൂജ്യം കൂടി ഇടണം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 120, അതിനുശേഷം 3 പൂജ്യം കൂടി ഇട്ടു. ഇനി ഇത് നമുക്ക് ഹരിക്കണം അല്ലെ, 35 ഹരിക്കണം 12,000 ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടും 0.0029 മീറ്റർ എന്ന് കിട്ടും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ മില്ലിമീറ്റർ എന്ന യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അങ്ങനെ ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്ററിലുള്ള ഇതിനെ മില്ലിമീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1000 എന്ന് വെച്ചാൽ അതിൽ 3 പൂജ്യം ഉണ്ട് അല്ലേ. അതായത് ഈ പോയിന്റ് 1, 2, 3 സംഖ്യക്ക് ഇപ്പുറത്തേക്ക് നീങ്ങും. അങ്ങനെ നമുക്ക് കിട്ടും 2.9 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, സെയിം സ്റ്റെപ്പാണ് മലയാളം മീഡിയത്തിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താണ്? എ ഗ്രാഫിക് ഇല്ലുസ്ട്രേഷൻ ഓഫ് 2 waves traveling at a speed of 3.2 meter per second is given. സ്പീഡ് തന്നിട്ടുണ്ട്, 2 വേവ്സിന് ഒരേ സ്പീഡാണ്. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി, പീരിയഡ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് ഈച്ച് വേവ്. ഓരോന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടിനും. ഫ്രീക്വൻസി, ഓക്കെ, ഫ്രീക്വൻസി ഈക്വൽ 1 ഡിവൈഡ് ബൈ ടി ആണ്, ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് നമുക്ക് ഇതിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് വേവ് നോക്കൂ, ഇത് 1 വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫിന്റെ പോർഷൻ ആണല്ലോ ഇത്. അപ്പൊ ഇതിന് എത്ര ടൈം എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ. എക്സ് ആക്സിസിൽ ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ടൈം പീരീഡ് എത്രയാണ്? 0.48 അല്ലെ, 8 സെക്കൻഡ് ആണ് ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് നമുക്ക് എഴുതാം. ടൈം പീരീഡ് ടി ഈക്വൽ ടു 8 സെക്കൻഡ് കണ്ടുപിടിച്ചു, എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. എഫ് ഈക്വൽ ടു ഫ്രീക്വൻസി, എഫ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ടൈം പീരീഡ് ആണ്. അതായത് 1 ഡിവൈഡ് ബൈ 8 സെക്കൻഡ്. 1 ഡിവൈഡ് ബൈ 8 ചെയ്ത് നോക്കിയാൽ കിട്ടും 0.125 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അതിന്റെ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്, തരംഗ ദൈർഘ്യമാണ് കണ്ടുപിടിക്കാനുള്ളത്. വി ഈക്വൽ ടു എഫ് ലാംഡ എന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിന് ലാംഡ ഈക്വൽ ടു പറഞ്ഞിട്ട് വി ഡിവൈഡ് ബൈ എഫ് എന്ന് എഴുതാം. ഈ എഫിനെ അടിയിലേക്ക് കൊടുക്കും. ഓക്കെ, വി എത്രയാണ്? 3.2 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, എവിടെ കണ്ടുള്ളൂ. ഡിവൈഡ് ബൈ എഫ് എത്രയാണ്? ഇപ്പൊ കണ്ടുപിടിച്ചു അല്ലെ, 0.125 കിട്ടി. നോക്കിക്കോളൂ, ഇവിടെ മുകളിൽ പോയിന്റിന് ശേഷം ഒരു സംഖ്യ വരുന്നുണ്ട് അല്ലെ, താഴെയോ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഹരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോയിന്റ് ഒഴിവാക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 3 അല്ല കൂടുതൽ, കണ്ടോ 3 സംഖ്യ വരുന്നത്, ഇവിടെ ഒരു സംഖ്യ മാത്രം. അങ്ങനെയാണെങ്കിൽ 3 പൂജ്യമുള്ള 1000 എന്ന സംഖ്യ കൊണ്ട് നമുക്ക് അടിയിലും മുകളിലും ഗുണിക്കാം. ഓക്കെ, കണ്ടോ ഈ സംഭവം അങ്ങനെ തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ മുകളിലും താഴെയും 3 പൂജ്യമുള്ള 1000 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? ഇവിടെ
ഈ പോയിന്റ് മാറി കിട്ടും അല്ലേ 0.125. പിന്നെ ഇവിടെ 3 പൂജ്യമുള്ള 1000 എന്ന സംഖ്യ, അപ്പോൾ 125 എന്ന് കിട്ടും. ഇത് ഗുണിച്ച് എഴുതിയാൽ. മുകളിലോ 3 പൂജ്യമുള്ള സംഖ്യയാണ് 0.2. ആദ്യത്തെ ഒരു പൂജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്താൽ ഇത് പോയിന്റ് ഒരു സംഖ്യ മാറി കിട്ടി അല്ലേ. അപ്പൊ എത്രയാണ് 32 ആയി. ഓക്കെ, ഈ ഒരു പൂജ്യത്തിന് സമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിനെ ഒരു സംഖ്യ അപ്പുറത്തേക്ക് മാറ്റാം. അപ്പൊ എന്ത് കിട്ടി 32 എന്നാവും അല്ലേ. പിന്നെയോ പിന്നെ 2 പൂജ്യം കൂടി ഉണ്ടല്ലോ, അപ്പൊ 32ന്റെ ഒപ്പം 2 പൂജ്യം കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, 3200 എന്ന് കിട്ടി. ഇനി ഇത് നമ്മൾ ഹരിക്കാം, സാധാരണ ഹരിക്കുന്ന പോലെ ഹരിക്കാം. അപ്പൊ നമുക്ക് കിട്ടും 25.6 മീറ്റർ എന്ന് കിട്ടും. ഇത് ഏതാണ്, ഫസ്റ്റ് വേവിന്റെ ആണ്. ഇനി സെക്കൻഡ് വേവ് ഇതേപോലെ തന്നെയാണ്. ടൈം പീരീഡ് നോക്കിക്കോളൂ. ടൈം പീരീഡ് എത്രയാണ്, ഒരു വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണിത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ്. ഓക്കെ, ഒരു വൈബ്രേഷന് 1 സെക്കൻഡ് ടൈം, അതാണ് t = 1 സെക്കൻഡ് എന്ന് കൊടുത്ത്. ഇനി f = 1/t ആണ്. ഓക്കെ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ. അതായത് 1/ടൈം പീരീഡ്, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ 1/ ടൈം പീരീഡ് എത്രയാണ് 1 സെക്കൻഡ് അല്ലേ. 1/1 അത് എത്രയാണ് 1 തന്നെയല്ലേ. 1 ഹെഡ്സ്, യൂണിറ്റ് ഹെഡ്സ്, ഫ്രീക്വൻസി അല്ലേ. ഇനി അതേപോലെ ലാംഡ നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. b = f ലാംഡ എന്ന് എഴുതാം. എന്നിട്ട് ലാംഡ = v/f എന്ന് എഴുതാം. ലാംഡ = v/f എന്ന് എഴുതി. b തന്നിരിക്കുന്നുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. 3.2 / f എത്രയാണ് 1 ആണ്. അപ്പോൾ 3.2 / 1 എത്രയാണ്, എനി നമ്പർ / 1 എത്രയാണ്, അതേ നമ്പർ തന്നെയല്ലേ. അപ്പോൾ 3.2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതേ സ്റ്റെപ്സ് തന്നെയാണ് മലയാളം മീഡിയത്തിലും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞതൊക്കെ എന്താണ്, പീരിയഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, പീരിയഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ആവൃത്തിയാണ്, f ആണ് കേട്ടോ. തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് ലാംഡ, വേവ് ലെങ്ത്. ഓക്കെ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഒന്ന് നോക്കിക്കോളൂ. ഇനി നാലാമത്തെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസി ഇവയിൽ ഏതാണ്? മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന എത്രയാണ്, 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് അല്ലേ. അതായത് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. 20,000 ഹെഡ്സ് പറഞ്ഞാൽ 20 കിലോ ഹെഡ്സ് അല്ലേ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ട് നോക്കിക്കോളൂ. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ആ ഒരു ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് വരെയാണ് കേൾക്കാൻ കഴിയുന്നത്. അതായത് 20,000 ഹെഡ്സ് വരെയാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതിനിടയിൽ വരുന്ന ഏതെങ്കിലും ഒരു സംഖ്യ അല്ലെ, ഇതോ ഇതിനിടയിൽ വരുന്ന സംഖ്യകളോ ഉണ്ടോ നോക്കാം. ഫ്രീക്വൻസിയോ ഈ ആൻസേഴ്സിൽ ഉണ്ടോ നോക്കാം, ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കാം. ഓക്കെ, 5 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 20 ഹെഡ്സിന് താഴെയായി, അപ്പൊ അത് കേൾക്കാൻ കഴിയില്ല. ഓക്കെ, പിന്നെയോ 200 കിലോ ഹെഡ്സ് പറഞ്ഞാൽ മാക്സിമം എത്രയാണ് 20 കിലോ ഹെഡ്സ് വരെയാണെന്നറിയാം, അപ്പൊ ഇതും മുകളിലായി. 50 കിലോ ഹെഡ്സ് എന്ന് വെച്ചാൽ അതും മാക്സിമം ആയിട്ടുള്ള ആ ഒരു 20 കിലോ ഹെഡ്സിനേക്കാൾ കൂടുതലാണ്, അപ്പൊ ഇതും അല്ല. അപ്പോൾ ഇതിന് ഉത്തരം എന്താണ്, 2000 ഹെഡ്സ് ആണ് അല്ലെ. 2000 എന്ന് വെച്ചാൽ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണല്ലോ, അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, 2000 ഹെഡ്സ്. ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഓക്കെ, ആ ഒരു ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് വരെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 20 ടു 20,000 ഹെഡ്സ്, 20 കിലോ ഹെഡ്സ്. അപ്പൊ അതിനിടയിൽ വരുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്, 2000 ഹെഡ്സ്. അഞ്ചാമത്തെ എന്താണ്, ഒരു തരംഗത്തിന് 2 കിലോ ഹെഡ്സ് ആവൃത്തിയും 2 കിലോ ഹെഡ്സ് ആവൃത്തി. അപ്പോൾ f = എന്താണ്, 2 കിലോ ഹെഡ്സ് ആണ്, അതായത് 2000 ഹെഡ്സ്. ഓക്കെ, പിന്നെ 35 സെന്റിമീറ്റർ തരംഗ ദൈർഘ്യവുമുണ്ട്. അപ്പൊ ലാംഡ = 35 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്താവും, 0.35 മീറ്റർ എന്നാകും അല്ലെ. 35 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്നു. അപ്പോൾ സെന്റിമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റുമ്പോൾ /100 ചെയ്യണം. അതായത് എത്ര കിട്ടും, 0.35 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം 50 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു മീറ്ററിന്റെ പകുതി, അതായത് 0.5 മീറ്റർ എന്നല്ലേ കൊടുക്കാറ്. അപ്പൊ അതേപോലെ ഇവിടെ 35 വരുമ്പോൾ 0.35 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, തരംഗ ദൈർഘ്യവും ഉണ്ട്. എങ്കിൽ ഈ തരംഗം 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ്. ആദ്യം നമ്മൾ തരംഗ വേഗം കണ്ടുപിടിക്കാം. നമുക്കറിയാം v = f ലാംഡ എന്താണ് ഇക്വേഷൻ. f എത്രയാണ്, 2 കിലോ ഹെഡ്സ്, അതായത് 2000 ഹെഡ്സ് മൾട്ടിപ്ലൈഡ് ബൈ 35 സെന്റിമീറ്റർ ആണ് അതിന്റെ ലാംഡ, അതായത് തരംഗ ദൈർഘ്യം, അതായത് 0.35 ചെയ്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലെ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് കിട്ടിയ ആൻസറിന്റെ ഏറ്റവും അറ്റത്തെ സംഖ്യയിൽ നിന്ന് 2 സംഖ്യ മാറിയിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ മതി, 2000 മൾട്ടിപ്ലൈ ബൈ 0.35 അല്ലേ. അപ്പൊ ഇവിടെ ഈ 2 പൂജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ പോയിന്റിനെ 2 സംഖ്യ അപ്പോഴത്തേക്ക് നീക്കി. അപ്പൊ എന്ത് കിട്ടും,
ഇവിടെ 20ഉം ഇവിടെ 35ഉം അല്ലെ, ഈ പോയിന്റ് മാറി, രണ്ട് സംഖ്യ ഇപ്പുറത്തേക്ക് മാറി. അതായത് 20 ഗുണിക്കണം 35 ചെയ്താൽ മതി, നമുക്ക് കിട്ടും 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അതായത് വേഗമാണ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ 0.5 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെ കണ്ടുപിടിക്കാം? വേഗം ഗുണിക്കണം സമയം ചെയ്യണം. വേഗം എത്രയാണ്? 700 ഗുണിക്കണം സമയം എത്രയാണ് തന്നിട്ടുള്ളത്? 0.5 സെക്കൻഡ്. ഗുണിച്ചാൽ അത് കിട്ടും. 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന്റെ പകുതിയാവും എന്നല്ലേ അർത്ഥം. 700ന്റെ പകുതി എത്രയാണ്? 350 മീറ്റർ, 350 മീറ്റർ. ഓക്കെ, A wave has a frequency of 2 kilohertz. പറഞ്ഞ കാര്യം തന്നെയാണ്. And wave length of 35 centimeter. How far does this wave travel in 0.5 second? Wave length lambda equal to 35 centimeter ആണ്, അതായത് 0.35 മീറ്റർ ആണ്. സ്പീഡ് ഓഫ് വേവിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇങ്ങനെ ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 0.5 സെക്കൻഡ് കണ്ടുപിടിക്കാം അല്ലെ. ആ സ്പീഡ് ഗുണിക്കണം ആ ടൈം ചെയ്യണം. അപ്പോൾ 700 മീറ്റർ പെർ സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 0.5 സെക്കൻഡ് ചെയ്താൽ കിട്ടും 350 മീറ്റർ എന്ന് കിട്ടും. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ക്ലാസ് ഒക്കെ കണ്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അത് എക്സാമിന് ഉപകരിക്കുന്നത്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് 50 ക്രെസ്റ്റ് ആൻഡ് 50 ട്രഫ്സ് ഇൻ 0.5 സെക്കൻഡ്? അതായത് 0.5 സെക്കൻഡിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാകുന്ന തരംഗത്തിന്റെ ആവൃത്തി എത്ര? നോക്കുക, ഇവിടെ സാധാരണയായിട്ട് നമുക്കറിയാം ഒരു ശൃംഗവും ഒരു ഗർത്തവും കൂടുന്നതാണല്ലോ ഒരു കമ്പനമായിട്ട് കണക്കാക്കൽ, ഒരു വേവ് പറയുമ്പോൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ശൃംഗവും ഒരു ഗർത്തവും ഉണ്ടാകുമ്പോൾ അത് ഒരു കമ്പനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഒരു ശൃംഗവും ഒരു ഗർത്തവും ഉണ്ടാകുമ്പോൾ ഒരു കമ്പനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കാര്യം, 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും ഉണ്ടാക്കുമ്പോൾ എത്ര കമ്പനങ്ങളാണ്? 50 കമ്പനങ്ങളാണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആൻസർ. നോക്കിക്കോളൂ, കമ്പനങ്ങളുടെ എണ്ണം n = 50 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സമയമോ 0.5 സെക്കൻഡിൽ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സമയം t = 0.5 സെക്കൻഡ്. ആവൃത്തിയുടെ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. ആവൃത്തി F = n/t ആണ്, അതായത് കമ്പനങ്ങളുടെ എണ്ണം ഹരിക്കണം സമയം. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് വൈബ്രേഷൻസ് 50 ആണ്, കാരണം 50 ക്രെസ്റ്റും അതേപോലെ 50 ട്രഫ്സും ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് 50 ആണ്. ടൈം ഫോർ 50 വൈബ്രേഷൻസ് എത്രയാണ്? 0.5 സെക്കൻഡ് ആണെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ n/t ആണ്, 50 / 0.5 ആണ്. ഓക്കെ, ഇനി പോയിന്റ് കളയാൻ വേണ്ടി നമുക്കൊന്ന് ചെയ്യാം. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയല്ലേ, അതുകൊണ്ട് താഴെയും മുകളിലും ഒരു 0 ഉള്ള 10 സംഖ്യകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. താഴെയും മുകളിലും ചെയ്യണം. ഓക്കെ, അപ്പൊ മുകളിൽ എത്ര കിട്ടും? 500, 500 കിട്ടും. താഴെയോ ഒരു പോയിന്റ് ഒരു സംഖ്യ ഇപ്പുറത്തേക്ക് നീങ്ങി അല്ലേ, അപ്പൊ എത്ര കിട്ടും? 5 പോയിന്റ്, അതായത് 5 എന്ന് കിട്ടും. 500 / 5 എത്രയാണ്? 500 എത്ര 5 ഉണ്ട്? 100 ആണ്. അപ്പൊ 100 ഹെഡ്സ്. ഫ്രീക്വൻസി അല്ല, അപ്പൊ യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇനി 7ാമത്തെ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെന്റ് റിഗാർഡിംഗ് ദ വേവ്സ് ഗിവൻ ഇൻ ദ ഫിഗേഴ്സ് 131A ആൻഡ് 131B? ഈ രണ്ട് വേവ്സിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത്? എന്തിനാണ് വ്യത്യാസമുള്ളത് എന്നാണ് നോക്കുക. ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ ഈ ഒരു തുലന സ്ഥാനത്ത് നിന്ന് മുകളിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. ഇവിടെ എത്രയാണത്? 0.05 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. നോക്കിക്കോളൂ, ഇവിടെ y ആക്സിസ് കൊടുത്തിട്ടുണ്ട്. 0.05 സെന്റിമീറ്റർ വരെ, സോറി മീറ്റർ വരെ പോകുന്നുണ്ട് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇതല്ലേ ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു ഇക്വിലിബ്രിയം ലെവലിൽ നിന്ന് മാക്സിമം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെയോ രണ്ടാമത്തെ വേവ് നോക്കൂ, ഇവിടെ മാക്സിമം എത്രയാണ് പോയിട്ടുള്ളത്? 0.03 വരെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്ന തരംഗങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായത് ഏത്? ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി. ഓക്കെ, തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി എന്നറിയാം അല്ലെ. ഇവിടെ 0.05 മീറ്റർ, ഇവിടെ 0.03 മീറ്റർ. ഓക്കെ, ഇനി പീരിയഡ് നോക്കുക. പീരിയഡ് നോക്കിക്കോളൂ, ഒരു വൈബ്രേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് സമയം എടുക്കുന്ന സമയം എത്രയാണ്? പീരിയഡ് എത്രയാണ് നോക്കൂ, 0 to 4 ആണ് അല്ലെ, അതായത് 4 സെക്കൻഡ് ആണ് എടുക്കുന്നത്. ഇവിടെയും 4 സെക്കൻഡ് തന്നെയല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വ്യത്യസ്തമായത് എന്താണ്? ആയതിയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
the distance between two adjacent troughs of a transverse wave is 2 meter. Find the frequency if its speed is 20 meter per second. എന്താണ് distance between two adjacent troughs? അതായത് അനുപ്രസ്ഥ തരംഗത്തിന് അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ വേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ആവൃത്തി കണ്ടെത്തുക. നമുക്കറിയാം അഡ്ജസന്റ് ട്രഫ്സ് തമ്മിലുള്ള ആ ഒരു അകലം തന്നെയാണ് അതിന്റെ വേവ് ലെങ്ത്. അതായത് അടുത്തടുത്ത രണ്ട് ശൃംഖങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ അഡ്ജസന്റ് ട്രഫ്സ് തമ്മിലോ അഡ്ജസന്റ് ട്രസ് തമ്മിലോ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് വേവ് ലെങ്ത്. അതായത് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ തന്നിട്ടുണ്ട്. വേവ് ലെങ്ത് തരംഗ ദൈർഘ്യം ഈക്വൽ ടു 2 മീറ്റർ, സ്പീഡ് ഈക്വൽ ടു തരംഗ വേഗം ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ v ഈക്വൽ ടു എഫ് ലാംഡ എന്ന ഇക്വേഷൻ അറിയാം. ഇതിൽ നിന്ന് ഫ്രീക്വൻസി അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതായത് ആവൃത്തിയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഈ ലാംഡയെ വിയുടെ അടിയിലോട്ട് എഴുതാം അല്ലെ. അതായത് എഫ് ഈക്വൽ ടു കണ്ടോ, എഫ് ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാം വി ഡിവൈഡ് ബൈ ലാംഡ എന്ന് എഴുതാം. വി എത്രയാണ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിവൈഡ് ബൈ ലാംഡ 2 മീറ്റർ ആണ്. 20 ഡിവൈഡ് ബൈ 2 എത്രയാണ് 10 ഹെഡ്സ്. ഓക്കെ തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യം 2 മീറ്റർ, തരംഗ വേഗം 20 മീറ്റർ പെർ സെക്കൻഡ്, v ഈക്വൽ ടു എഫ് ലാംഡ ആണ്. അതുകൊണ്ട് എഫ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ലാംഡ എന്ന് എഴുതാം. 20 ഡിവൈഡ് ബൈ 2 10 ഹെഡ്സ് ആണ്. അടുത്ത എന്താണ്, two pith balls are suspended near the two prongs of a tuning fork fixed on a table so as to touch the prongs. A person plays a piano sitting near this system. മേശപ്പുറത്ത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്കിന്റെ ഇരുഭുജങ്ങൾക്കും സമീപത്തായി ട്യൂണിംഗ് ഫോർക്കിനെ സ്പർശിക്കുന്ന രീതിയിൽ രണ്ട് പിത്ത് ബോളുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ഈ സംവിധാനത്തിന്റെ അടുത്തിരുന്ന് ഒരാൾ പിയാനോ വായിക്കുന്നു. ഈ സന്ദർഭത്തിൽ പിത്ത് ബോളുകൾ ചെറുതായി അനങ്ങുന്നു. കാരണം എന്തായിരിക്കുമെന്നാണ്. ഓക്കെ, ഇൻ ദിസ് കേസ് ദ പിത്ത് ബോൾസ് മൂവ് സ്ലൈറ്റ്ലി. വാട്ട് ഈസ് ദ റീസൺ എന്നാണ്. ഇത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് ഇത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേശപ്പുറത്ത് ഒരു മിക്സി പ്രവർത്തിക്കുമ്പോൾ മേശയും വൈബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒന്നിന്റെ പ്രേരണയ്ക്ക് വിധേയമായിട്ട് മറ്റൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അതായത് പ്രണോദിത കമ്പനമാണിത്. ഓക്കെ, അടുത്തത്, while playing certain notes on the piano, the pith balls are thrown to a maximum distance. Which phenomenon is responsible for this? അല്ലെ, അതായത് പിയാനോയിൽ ചില സ്വരങ്ങൾ വായിക്കുമ്പോൾ പിത്ത് ബോളുകൾ കൂടിയ ആയതിയിൽ തെറിക്കുന്നു. ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അതായത് അവിടെ അവയുടെ ഫ്രീക്വൻസീസ് മാച്ച് ആകുമ്പോൾ, അതായത് അവയുടെ നാച്ചുറൽ ഫ്രീക്വൻസീസ് മാച്ച് ആകുമ്പോൾ, ഒരേപോലെ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു അവ അനുനാദത്തിലാകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുനാദത്തിലായ ഒരു വസ്തു അതിന്റെ പരമാവധി ആയതിയിൽ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്യുന്നു അറിയാം. അതുകൊണ്ട് ഇവിടെ ഈ പ്രതിഭാസം എന്താണ്, അനുനാദമാണ്. ഓക്കെ, അനുരണനമല്ല, അത് ഒരു ശബ്ദത്തിന് മുഴക്കം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് അനുരണനം വന്നത്. ഓക്കെ, ഇവിടെ അനുനാദമാണ്. ഓക്കെ, റെസൊണൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താങ്ക് യു.